പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശു വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. വിധിക്കപ്പെട്ട് വിവിധ ജയിലുകളിൽ കഴിയുന്നവർ, അപരാധികളും നിരപരാധികളും, സ്വാധീനമുള്ളവരുടെ കുറ്റത്തിനു വേണ്ടി വിധിക്കപ്പെട്ടിട്ടുള്ളവർ, അവരുടെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ, മരണത്തിന് വിധിക്കപ്പെട്ട് കഴിയുന്നവരുടെ മാനസികാവസ്ഥ, ജയിൽവാസികളുടെ കുടുംബാംഗങ്ങൾ, അവർക്ക് സമൂഹത്തിൽ നിന്നും അനുഭവപ്പെടുന്ന ഒറ്റപ്പെടുത്തലുകൾ, അപമാനങ്ങൾ, കുറ്റവാളികളുടെ മക്കളുടെ മനോവ്യഥകൾ, ക്രൂശിതൻ്റെ മുൻപിലേക്ക് എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുഗ്രഹിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഈശോ തനിയെ കുരിശു ചുമക്കുന്നു. തനിയെ കുരിശു ചുമക്കുന്ന എല്ലാവരും, ആരും സഹായത്തിനില്ലാത്തവർ, കുടുംബഭാരം തനിയെ പേറുന്നവർ, ഏകാന്തതയുടെ നൊമ്പരം അനുഭവിക്കുന്നവർ, യുദ്ധഭീഷണിയും പകർച്ചവ്യാധിയും മൂലം ക്ലേശം അനുഭവിക്കുന്നവർ, എല്ലാവരെയും ക്രൂശിതൻ്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുഗ്രഹിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ആദ്യത്തെ വീഴ്ച, സന്ധ്യാസമയം. പാപത്തിൻ്റെ സ്വാധീനം കൂടുന്ന സമയം. മദ്യശാലകളിലേക്ക്, വേശ്യാലയങ്ങളിലേക്ക് നീങ്ങുന്നവർ, കള്ളന്മാർ, കൊള്ളക്കാർ, കള്ളക്കടത്തുകാർ, അധോലോക ശക്തികൾ പ്രവർത്തനക്ഷമമാകുന്ന സമയം. പാപത്തിൽ നിബന്ധിക്കുന്ന എല്ലാവരുടെയും മേലും മുഖം കുത്തി വീഴുന്ന അവിടുത്തെ തിരുമുഖത്തു നിന്നും ഒഴുകിയിറങ്ങുന്ന രക്തത്തുള്ളികൾ വീഴുന്നതിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിതൻ്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുഗ്രഹിക്കണമേ. നാലാം സ്ഥലം, ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. തൻ്റെ ഏകപുത്രനെ ലോകരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന അമ്മ, തീവ്രവേദനയോടെ ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങുന്ന അമ്മ, നിരപരാധിയെങ്കിലും ഏറ്റവും വലിയ കുറ്റവാളിയായി ഗണിക്കപ്പെട്ട് കഴുമരവും പേറി കൊലക്കളത്തിലേക്ക് നീങ്ങുന്ന മകനെ കണ്ട് വേദനിക്കുന്ന അമ്മ, മക്കളെക്കുറിച്ചും മക്കൾ മൂലവും വേദനിക്കുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി വഴിതെറ്റിപ്പോയ മക്കളെ പ്രതി
കുറ്റവാളികളായ മക്കളെ പ്രതി വേദനിക്കുന്ന അമ്മമാർ, വിശുദ്ധ മോനിക്കയെ പോലെ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി മനംനൊന്ത് പ്രാർത്ഥിക്കുന്ന അമ്മമാർ, മക്കളാൽ തിരസ്കരിക്കപ്പെടുന്ന അമ്മമാർ, മക്കളിൽ നിന്ന് ശാരീരിക പീഡനങ്ങൾ പോലും അനുഭവിക്കേണ്ടി വരുന്നവർ, നൊന്തുപെറ്റു വളർത്തിയിട്ട് അവസാനം എല്ലാവർക്കും അധികപ്പറ്റായി തീരുന്നവർ, ഇങ്ങനെ മക്കൾ മൂലം വേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടി ക്രൂശിതന്റെ മുൻപിൽ പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. അഞ്ചാം സ്ഥലം, ഈശോയെ കുരിശ് ചുമക്കുന്നതിന് ശമയോൻ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ശമയോനെ പോലെ മറ്റുള്ളവരെ കുരിശു വഹിക്കാൻ സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദികരും സമർപ്പിതരും ആത്മായരും, തങ്ങൾ വഹിക്കുന്നത് ഈശോയുടെ കുരിശാണെന്നും തങ്ങൾ സഹായിക്കുന്നത് ഈശോയെ ആണെന്നുമുള്ള ബോധ്യത്തോടെ ഏത് പ്രതിബന്ധങ്ങളിലും ധൈര്യത്തോടെ മുന്നേറുവാനും, ആരും അംഗീകരിക്കാത്തപ്പോഴും വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കാനും വേണ്ടി ക്രൂശിതന്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. ആറാം സ്ഥലം, ഭക്തിയായ വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ക്രൂരരായ പടയാളികളുടെയും ആർത്തട്ടഹസിക്കുന്ന ജനതതിയുടെയും ഇടയിൽ കൂടി കടന്നു ചെന്ന് നിന്ദിതനായ ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്ന ഭക്തയായ വെറോനിക്ക, മറ്റുള്ളവർ എന്ത് കരുതും, എന്തു പറയും എന്നത് അവൾക്ക് പ്രശ്നമേയല്ല. അവളുടെ ഏക ശ്രദ്ധ ആ നാഥൻ്റെ മുഖത്താണ്. ചതഞ്ഞ മുഖം, മുറിഞ്ഞ മുഖം, അപമാനത്താൽ കുനിഞ്ഞ മുഖം, വേദനിക്കുന്ന മുഖം. ആ മുഖമൊന്നൊപ്പണം. എല്ലാവരും തള്ളിപ്പറഞ്ഞാലും താൻ നാഥനോട് കൂടിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. അവൾക്ക് അതിനുള്ള പ്രതിഫലവും ലഭിച്ചു. ഈശോയുടെ മുഖം എവിടെ കണ്ടാലും തിരിച്ചറിയാനുള്ള അനുഗ്രഹം ഈശോയോട് ചോദിക്കാം. അപമാനിതമായ മുഖങ്ങൾ, വേദനിക്കുന്ന മുഖങ്ങൾ, വിരൂപമായ മുഖങ്ങൾ ഒക്കെ അവിടുത്തെ മുഖങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് മാനുഷിക പരിഗണന കൂടാതെ അവിടുത്തേക്ക് ആശ്വാസം നൽകാൻ പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം വേണം. ഇതിനായി ക്രൂശിതനോട് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. ഏഴാം സ്ഥലം, ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം എഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ആവർത്തിച്ചുള്ള വീഴ്ച, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, തഴക്കദോഷങ്ങളിൽ പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി, മദ്യപാന ആസക്തി, ജഡികാസക്തി ഇവയ്ക്ക് അടിമപ്പെട്ടവർ, രക്ഷപ്പെടണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും പല പ്രാവശ്യം ശ്രമിച്ചിട്ടും പറ്റാതെ അഡിക്റ്റഡ് ആയിട്ടുള്ളവർ, അവരുടെ ബലഹീനതയാണ് മനുഷ്യനെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയ അവരെയും ദൈവത്തിന് രക്ഷിക്കാൻ സാധിക്കും. മയക്കുമരുന്നിന് അടിമപ്പെട്ട യുവജനങ്ങളുടെ എണ്ണം ഭയാനകമാമിതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹം മുഴുവൻ അവരെ തള്ളിപ്പറഞ്ഞാലും ഈശോയ്ക്ക് അവർ പ്രിയപ്പെട്ടവരാണ്, പ്രിയങ്കരരാണ്. അവരുടെ ബലഹീനത നന്നായി അറിയുന്ന ഈശോയുടെ തിരുരക്തം അവരുടെ രക്ഷയാകാൻ അവർക്ക് വേണ്ടി ക്രൂശിതനോട് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. എട്ടാം സ്ഥലം, ഈശോ മിശിഹ ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു.
ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. സ്ത്രീയായി ജനിച്ചു പോയതുകൊണ്ട് മാത്രം വേദനിക്കുന്നവർ, മാനഭംഗപ്പെടുത്തപ്പെട്ടവർ, വേശ്യാലയങ്ങളിൽ അകപ്പെട്ടു പോയവർ, ഭർത്താക്കന്മാരുടെ പീഡനത്തിന് ഇരയാകുന്നവർ, വീട്ടുവേലയ്ക്ക് നിയോഗിക്കപ്പെടുന്ന കൊച്ചു പെൺകുട്ടികൾ, ഗർഭത്തിൽ വെച്ച് തന്നെ പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് നശിപ്പിക്കപ്പെടുന്നവർ, പിറക്കുമ്പോഴേ കൊല്ലപ്പെടുന്നവർ, വിവിധ തരത്തിലുള്ള അപമാനിതമായ സാഹചര്യങ്ങളിൽ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും വേണ്ടി ക്രൂശിതനോട് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ തിരുമുദ്രകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശോടുകൂടി 3-ാം പ്രാവശ്യം എഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇനി ഒരടി പോലും മുൻപോട്ട് വയ്ക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഈശോ. ഇതുപോലെ ജീവിതത്തിൽ ഒരടി പോലും ഇനി പറ്റില്ല എന്ന അനുഭവത്തിൽ ആത്മഹത്യയ്ക്കായി ഒരുങ്ങി നിൽക്കുന്നവർ, മനുഷ്യനും ദൈവം പോലും തനിക്ക് താങ്ങില്ല എന്നാണ് അവർക്ക് തോന്നുക. ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഭയാനകമാമിതം വർദ്ധിച്ചു വരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇങ്ങനെ നിരാശയുടെ വക്കിൽ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈശോ തങ്ങളോടുകൂടിയുണ്ടെന്നും അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നുവെന്നും അറിയുവാനും അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാനും അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കാനും വേണ്ടി ക്രൂശിതനോട് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ തിരുമുദ്രകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം. ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുകയും അവിടുത്തെ കയ്പുനീര് കുടിപ്പിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ജീവിതകാലം മുഴുവനും ദരിദ്രനായി ജീവിച്ച അവിടുത്തെ ദാരിദ്ര്യം പരമകാഷ്ഠയിലെത്തിയ നിമിഷം തനിക്ക് സ്വന്തമായുണ്ടായിരുന്ന ആ വസ്ത്രവും അവിടുന്നിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ദാരിദ്ര്യം മൂലം ക്ലേശിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവർ, നഗ്നത മറയ്ക്കാൻ വസ്ത്രമില്ലാത്തവർ, തലചായ്ക്കാൻ ഇടമില്ലാത്തവർ, തങ്ങളുടെ കുടുംബം പോറ്റാൻ വഴി കാണാതെ ഉത്കണ്ഠപ്പെടുന്ന കുടുംബനാഥന്മാർ, എത്യോപ്യ, സൊമാലിയ, നിരവധിയായ രാജ്യങ്ങളിൽ കൊടിയ പട്ടിണി മൂലം വലയുന്നവർ, തെരുവ് കുട്ടികൾ, റെയിൽവേ സ്റ്റേഷനുകളിൽ അലയുന്നവർ, ദാരിദ്ര്യത്തിൻ്റെ ഭീകരമായ മുഖം നമ്മെ തുറിച്ചു നോക്കുമ്പോൾ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി, ഒപ്പം ഈ കൊടിയ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ കടപ്പെട്ടവർ എല്ലാവരെയും ക്രൂശിതൻ്റെ മുൻപിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ തിരുമുദ്രകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വേദനയുടെ മൂർധന്യം ഓരോ പ്രാവശ്യവും ആഞ്ഞടിക്കുമ്പോഴത്തെ തീവ്രവേദന വേദനിക്കുന്ന എല്ലാവരുടേതുമാണ്. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ക്യാൻസർ, കോവിഡ് മുതലായ മാരക രോഗം മൂലം കഠിന വേദന അനുഭവിക്കുന്നവർ, വിവിധ തരത്തിലുള്ള രോഗങ്ങളാൽ വേദനിക്കുന്ന എല്ലാവരും, വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിൽ വേദനിക്കുന്നവർ, തങ്ങൾ സഹിക്കുന്നത് ഈശോയോടുകൂടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ വേദനയും രക്ഷാകരമാക്കി തീർക്കുവാനുള്ള വിശ്വാസം ലഭിക്കുവാൻ, ഈശോയുടെ ആശ്വാസം അനുഭവവേദ്യമാകുവാൻ
എല്ലാവരെയും സമർപ്പിച്ച് ക്രൂശിതനോട് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുദ്രകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12 സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീട് രക്ഷിച്ചു. ലോകത്തിൻ്റെ രക്ഷ നിറവേറിയ നിമിഷം എല്ലാ മനുഷ്യർക്കും ഈ രക്ഷ ലഭ്യമാകുവാൻ, പ്രത്യേകിച്ചും പാപികൾക്കും പാപത്തോടെ മരണാവസ്ഥയിലായിരിക്കുന്നവർക്കും ഒരാൾക്ക് പോലും ആ രക്ഷ നഷ്ടമാകരുത്. കഠിന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ സമയം മരണത്തിനൊരുങ്ങുന്ന എല്ലാവർക്കും നല്ല മരണം ലഭിക്കാൻ വേണ്ടി തുറക്കപ്പെട്ട ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന അനന്തമായ കരുണയും സ്നേഹവും ലോകത്തിന് മുഴുവൻ അനുഭവവേദ്യമാകുവാൻ വേണ്ടി ക്രൂശിതനോട് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുദ്രകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13 സ്ഥലം. ഈശോയുടെ തിരുശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീട് രക്ഷിച്ചു. വിരകവേദനയുടെ നിമിഷം അമ്മയ്ക്ക് തൻ്റെ ഏക മകൻ നഷ്ടമായിരിക്കുന്നു. അവിടുത്തെ ചേതനയേറ്റ ശരീരമാണ് തൻ്റെ മടിയിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. വിരകവേദന അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അനാഥരായ കുട്ടികൾ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ, ഭാര്യമാരെ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാർ, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാർ, ഏറെക്കാലം കഴിഞ്ഞിട്ടും വിരകവേദന അംഗീകരിക്കാൻ പറ്റാത്തവർ, അമ്മയില്ലാത്ത കുടുംബങ്ങൾ. പരിശുദ്ധ അമ്മേ, അവിടുന്ന് അമ്മയാകണം. യുവവിധവകൾക്ക് താങ്ങും തണലുമായി അമ്മ വേണം. കുറവ് അനുഭവപ്പെടുന്നിടത്തൊക്കെ അമ്മയുടെയും ഈശോയുടെയും സംരക്ഷണവും സാന്നിധ്യവും അനുഭവവേദ്യമാകാൻ, പ്രത്യേകിച്ചും യുദ്ധത്തിൻ്റെ കെടുതിയിലായിരിക്കുന്ന യുക്രൈനിലെ എല്ലാ മക്കൾക്കും അമ്മയായി മാതാവേ കൂടെ ഉണ്ടായിരിക്കണമേ. എല്ലാവരെയും ക്രൂശിതൻ്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുദ്രകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14 സ്ഥലം. ഈശോ മിശിഹായുടെ തിരുശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീട് രക്ഷിച്ചു. ജീവിതത്തിൽ നൊമ്പരങ്ങളുടെ വേദനകളുടെ കല്ലറയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ എവിടെ നിന്ന് സഹായം, ആശ്വാസം ലഭിക്കും? തങ്ങളുടെ ഉറ്റവർ പോലും തങ്ങളെ മനസ്സിലാക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ജീവിതത്തിൽ സംഭവിക്കുക? ഒന്നും മനസ്സിലാകാതെ കഥനക്കടലിൽ കഴിയുന്നവർ. ഈശോ ചോദിക്കുന്നു, മകനെ, മകളെ, എന്തിനാണ് നീ കരയുന്നത്? ആ സ്വരം കേൾക്കാനായി, ക്രൂശിതൻ്റെ പിന്നാലെ പോകുന്നതിനായി, പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനായി ക്രൂശിതനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുദ്രകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാകുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ.
ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങയെ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനുവേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മനസ്താവ പ്രകടനം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുമുപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തതോർത്തു ഞാൻ മനസ്തപിക്കുന്നു. പാപങ്ങളെ ഞാൻ വെറുക്കുന്നു, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗം നഷ്ടമാക്കി നരകത്തിനർഹത നേടിയതുമോർത്തു ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദവരത്തായി പാപസാഹചര്യങ്ങളെയെല്ലാം വെറുത്തുപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതേക്കാൾ